ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കോക്കിലെ നാനാ പ്ലാസയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. ഹോട്ടൽ ഓർച്ചിഡ് ഇൻ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അതായത് ഇന്നത്തെ താമസം എന്ന് പറയുന്നത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ പോകുന്നത് ചൈന ടൗൺ എന്ന് പറയുന്ന നൈറ്റ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഞാൻ കീയൊക്കെ എടുത്തായിരുന്നു, ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കയറി എന്ത് ചെയ്യണം, നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോകണം. എനിക്ക് 3rd ഫ്ലോറാണ് കിട്ടിയായിരുന്നത്. SKV3 എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് അറബിക് സ്ട്രീറ്റാണ്. ഇത് ഒത്തിരി ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആവുന്നതേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ എന്ന് പറയുന്നത് ഫുള്ള് പെർഫ്യൂംസിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് അടിപൊളി സ്മെൽസുള്ള അടിപൊളി പെർഫ്യൂംസൊക്കെ നമുക്കിവിടെ മേടിക്കാം. പിന്നെ 10 വേണ്ട, ഒരു 5 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ വേൾഡ് അഡൽട്സ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നാനാ പ്ലാസയിൽ നമ്മളെത്തും. അവിടെ നമുക്കിനി രാത്രി പോകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ദിസ് വേ ഇതുവഴി പോകാം. അത്യാവശ്യം റോഡൊക്കെ നല്ല തിരക്കാണ്. അടിപൊളി വെറൈറ്റി വാഹനങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ടാക്സി ഉണ്ട്. ഞാൻ എന്തായാലും ടാക്സി ഗ്രാബ് എടുക്കണം. ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നാൽ ബൈക്കിലൊന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ബോൾട്ട് അല്ലെങ്കിൽ ഗ്രാബ് നമ്മൾ കാർ എടുത്താലും കാറിലെന്ന് പറയുമ്പോൾ ഏകദേശം 200-250 തായ്പാത്ത് വരെ വരുന്നുണ്ട്. നമുക്ക് ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 75 തായ്പാത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ പോയി വരാം. ഇവിടെ ചൈന ടൗണിൽ പോകാൻ പറ്റും. പോയി വരാൻ പറ്റില്ല, പോയി വരാം, പോവാം കേട്ടോ. അപ്പോൾ അത്രയും കാശ് നമുക്ക് ലാഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത്. ഇനി നേരെ പോകുന്നതാണ് നാനാ പ്ലാസ എന്ന് പറയുന്ന സ്ഥലം. രാത്രി അടിപൊളി കാഴ്ചകളൊക്കെയാണ് അവിടെ ഉള്ളത്. നമുക്കതിനകത്തും കയറണമെങ്കിൽ ഫോണോ ഒന്നും അലൗഡല്ല, സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാബ് ഇവിടെ വരും. പുള്ളി ആ സൈഡിൽ എവിടെ കൂടിയോ വരുന്നുണ്ട് കേട്ടോ. 3505 പുള്ളി എവിടെ കൂടിയൊക്കെ വാഹനം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ലോകം കൂടായിപ്പോൾ എന്തു പറയാനാ. 70 തായ്പാത്ത് ആയത് കേട്ടോ. 70 തായ്പാത്ത് ആയിട്ട് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് 100 തായ്പാത്ത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാണിച്ച് 70 കൊടുത്തു. ഇവിടെ വലിയ ഇന്നലെ നമ്മൾ കഴിച്ച കൊഞ്ചും ശംഖും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ജീവനുള്ള ഞണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഈ പുറകിലും സൈഡിലും ഒക്കെ കാണുന്നത് ചൈന ടൗണിലെ ദൃശ്യങ്ങളാണ്. അത്യാവശ്യം ഇപ്പം നല്ല തിരക്കാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റുകൾ കൊണ്ടൊക്കെ മനോഹരമാണ്. ഇതിവിടുത്തെ ഒരു ലോക്കൽ വാഹനമാണ് കേട്ടോ. ടുക് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു സാമാന്യം ഒരു ഓട്ടോ എന്നാണ്. 3 ചക്രമുള്ള ഒരു വാഹനമാണ് കേട്ടോ. ഇത് ലൈറ്റൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഈ വാഹനം കൂടുതൽ ഇവിടെ റോഡിൽ കൂടി ഓടിക്കുന്നത് കേട്ടോ. നമ്മളീ നടന്നു പോകുന്ന ഈ വഴിയുടെ സൈഡിൽ ചൈന ടൗണിലാണെങ്കിൽ രുചികളേറിയ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് പോർക്കെന്തോ ആണ് സംഭവം. ഇതിനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് എന്ത് ചെയ്യും, ഗ്രില്ല് ചെയ്ത് നമുക്ക് പാകത്തിന് അതിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് നമുക്ക് തരും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഏരിയയാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ പറയുക, വിവിധ തരത്തിലുള്ള കടൽ വിഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തോ കക്കയുടെ എന്തൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ലോബ്സ്റ്റർ ഇരിപ്പുണ്ട് കേട്ടോ. ലോബ്സ്റ്ററിൻ്റെ റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ 1800-1200 തായ്പാത്തൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ റോഡിൻ്റെ 2 സൈഡും പലതരത്തിലുള്ള കടകളാണ് കേട്ടോ. ഓരോ തരത്തിലുള്ള വെറൈറ്റി തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന കടകളാണ് ഈ 2 സൈഡും, റോഡിൻ്റെ 2 സൈഡും കാണാൻ പറ്റുന്നത്. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തിരക്കാണ് കേട്ടോ. മുഴുവനും തിരക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വദേശികളും വിദേശികളും എല്ലാവരും ഇവിടെ വന്ന് രുചികളായ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ
ഇവിടെ എന്തൊക്കെയോ എണ്ണയിലൊക്കെ കിടന്ന് ഇങ്ങനെ മൊരിയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഏകദേശം 1200 1800 തായ് ബാത്ത് വരെയുള്ള ലോബ്സ്റ്ററിനെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ വലിയ പ്രോൺസ് അതിനൊക്കെ ഇങ്ങനെ കണ്ടോ വൃത്തിയാക്കിയിട്ട് അതിനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കടയിൽ എത്തുമ്പോഴത്തേക്കും വ്യത്യസ്ത തരത്തിലുള്ള ഓരോരോ ഭക്ഷണങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. ചൂടോടും അതോടൊപ്പം തന്നെ ടേസ്റ്റോടും കഴിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ചൈന ടൗൺ. ഇവിടെ വന്നപ്പം കുറേ സ്ക്വിഡും അതോടൊപ്പം ഒക്ടോപ്പസിനെയൊക്കെ ഈ സ്റ്റിക്കിൽ കോർത്തിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഓരോ സ്റ്റിക്കായിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഗ്രില്ല് ചെയ്ത് നമുക്ക് മസാല കൂട്ടുകളൊക്കെ ചേർത്ത് ഗ്രില്ല് ചെയ്ത് നമുക്ക് വേവിച്ച് തരും. ഇത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി സീ ഫുഡുകൾ ഇവിടെ വന്നാൽ കഴിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഓരോ സ്റ്റിക്കിൽ ഇങ്ങനെ കൊടുത്ത് പൊക്കി പൊക്കി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. എന്തായാലും കാണാൻ തന്നെ പ്രത്യേക ഒരു രസം. അപ്പോൾ പിന്നെ കഴിച്ചാൽ എന്തായിരിക്കും രുചി. ഇവിടെ ഇപ്പോൾ ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും റോഡിൽ തിരക്കുകൾ കേട്ടോ. ഒരുപാട് വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഓരോ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് ഇതുപോലെ ചെയറുകളും ടേബിളുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കടകളിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ വന്നപ്പോഴത്തേക്കും അടുത്ത് വേറെ നൂഡിൽസും എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണല്ലോ സംഭവം. ചേട്ടങ്ങനെ മൊത്തം തീയത്തിച്ച് കളിക്കുക. അല്ലേ പല വെറൈറ്റിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് പോവുകയാണ്. രാത്രി യാത്ര ഇതിന് അടുത്തെവിടെ കൂടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ടുക്ടുക്കിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ. പ്രത്യേക രസമാണ് ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ കുറേ ദൂരം നടന്നു കേട്ടോ. ഓരോ ഷോപ്പിലൊക്കെ കയറി കുറേ ജ്യൂസൊക്കെ മേടിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ മധുര പലഹാരം ചൂടോടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ രുചികളാർന്ന ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് ഒരുപാട് ടേസ്റ്റുള്ള സീ ഫുഡുകളും അതോടൊപ്പം തന്നെ ഇതുപോലെ മധുര പലഹാരങ്ങളും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ചൈന ടൗൺ. ഇതാണ് ചിക്കൻ ഗോയാസു. ആക്ച്വലി ഇത് 6 പീസുണ്ട് കേട്ടോ. 1 2 3 4 5 6 പീസുണ്ട്. അതിൻ്റെ കൂടെ ഒരു സോസേജ് ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പഞ്ചസാരയും സ്പൈസി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 6 പീസിന് 100 ബാത്താണ് വരുന്നത് കേട്ടോ. 100 ബാത്താണ് 6 പീസ്. പിന്നെ 9 പീസുണ്ട്, അതിന് 150 ബാത്താണ്. അപ്പോൾ ഇത് ഇച്ചിരി നല്ല ചൂടാവും, ചൂട് മാറാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടാ അപ്പം കൊള്ളാടോ. ഇതെന്തോ ഒരു മാവാണ്. ആ മാവിൽ ചിക്കനും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് എണ്ണയിലിട്ട് വരട്ടി വേവിച്ച് എടുക്കുന്നതാണ്. കൊള്ളാം കേട്ടോ.
ഇതെന്തോ സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി എന്തോ കേട്ടോ. നമ്മളെ ചമ്മന്തി പൊടിയില്ലേ അതുപോലത്തെ സാധനമെന്ന് തോന്നുന്നു. ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത് തന്നെ കേട്ടോ, നല്ല എരിയാ അത്. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചിക്കൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചൈന ടൗണിൽ നിന്ന് നേരെ ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് നാനാ പ്ലാസയിലേക്കാണ്. അതായത് വേൾഡ് അഡൽട്ട് പ്ലേ ഗ്രൗണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ല, വെറുതെ നമ്മൾ നാനാ പ്ലാസയിലോട്ടൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചൈന ടൗണിലെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തായ്ലൻഡിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.